രാജുവിൻ്റെ കൈവശം ഉള്ള തുകയുടെ 1/4 രാമുവിൻ്റെ കൈവശം ഉള്ള തുകയുടെ 1/6 തുല്യം. രണ്ടുപേരുടെയും കൂടി കൈവശം ആകെ 600 രൂപ ഉണ്ട്. ഇരുവരുടെയും കൈവശം ഉള്ള തുകയുടെ വ്യത്യാസം എന്ത്? അപ്പോൾ നമുക്ക് രാജുവിൻ്റെ കൈവശം എക്സ് രൂപ എന്നും രാമുവിൻ്റെ കൈവശം വൈ രൂപ എന്നും സങ്കല്പിക്കുക. ഇവിടെ പറയുന്നത് രാജുവിൻ്റെ കൈവശമുള്ള തുകയുടെ 1/4. രാജുവിൻ്റെ കൈവശം എക്സ് ആണ്, അതിൻ്റെ 1/4 പറയുമ്പോൾ എക്സ് ഇൻറ്റു 1/4. രാമുവിൻ്റെ കൈവശമുള്ള തുകയുടെ 1/6. രാമുവിൻ്റെ കൈവശമുള്ളത് വൈ ആണ്, അതിൻ്റെ 1/6 എന്ന് പറഞ്ഞാൽ വൈ ഇൻറ്റു 1/6. ഇത് രണ്ടും തുല്യം. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? എക്സ് ഇൻറ്റു 1/4 സമം വൈ ഇൻറ്റു 1/6. ഈ സമവാക്യത്തിൽ എക്സും വൈയും ഒരു ഭാഗത്തേക്ക് എഴുതുക. അപ്പോൾ ഇവിടെ എക്സ് ഉണ്ട്, ഇവിടെ വൈ ഇൻറ്റു ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ ബൈ വൈ എന്നാവും. അപ്പോൾ എക്സ് ബൈ വൈ സമം വലതുവശത്ത് 1/6 ഉണ്ട്, ഇൻറ്റു 1/4 വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം, വിൽക്രമം കൊണ്ട്. അപ്പോൾ എക്സ് ബൈ വൈ സമം 1/6 ഇൻറ്റു ഇതിനെ തിരിച്ചിട്ടു 4/1. നമുക്ക് 2 കൊണ്ട് പിടിച്ചിരിക്കുമ്പോൾ ഈ 2 4 2 6 മുകളിൽ 2 താഴെ 3 വരും. അപ്പോൾ ഗുണിക്കുമ്പോൾ എന്ത് വരും? 2/3. എക്സ് ബൈ വൈ സമം 2/3. അപ്പോൾ എക്സ് ഈസ്റ്റ് വൈ 2:3. അപ്പോൾ നമുക്ക് ഇവിടെ അംശബന്ധം മനസ്സിലായി. രാജുവിൻ്റെ രാമുവിൻ്റെ അംശബന്ധം 2:3 ആണ്. ഇനി ആകെ എത്ര രൂപയാണ്? 600 രൂപയാണ്. അപ്പോൾ രാജുവിൻ്റെ കൈവശം കണ്ടുപിടിക്കാൻ ആകെ തുക 600 ഇൻറ്റു ഇതിലത്തെ ഫ്രാക്ഷൻ ഈ റേഷ്യോയിൽ താഴ്ത്തെടുക്കുക 2/2 3 കൂട്ടി 5. ഈ 5ഉം 60 പഠിച്ചിരിക്കുമ്പോൾ 15 60 എന്ന് വരെ ഒരു 0, അതായത് 120 വരും. 120 ഇൻറ്റു 2 240. അപ്പോൾ രാജുവിൻ്റെ കൈവശം 240 രൂപ. ആകെ 600 രൂപയാണ്. ഇപ്പോൾ രാജുവിൻ്റെ കൈവശം 240 ആണെങ്കിൽ രാമുവിൻ്റെ കൈവശം കാണാൻ 600 240 കുറയ്ക്കുക 360 വരും. നമുക്ക് രണ്ടുപേരുടെയും കൈവശമുള്ള പൈസ കിട്ടി, തുക കിട്ടി. ചോദ്യം ഇരുവരുടെയും കൈവശമുള്ള തുകയുടെ വ്യത്യാസം. ഇത് രണ്ടും കൂടി കുറച്ച് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. വ്യത്യാസം 360 240 കുറച്ച ഉത്തരം 120.